Hello, welcome back to Max Tuni. Last video we have proposition 2.21 discuss ചെയ്തത് ഇതിന്റെ പ്രൂഫ് ആണ് പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് ഇവിടെ theorem 2.5 ആണ് പറയാനുള്ളത്. So theorem 2.5 പറയുന്നതിന് മുന്നേ നമുക്ക് ഇതിന്റെ ചെറിയൊരു റിസൾട്ട് കൂടി ഉണ്ട്. അതായത് suppose f is analytic on D open unit disk ആണ്. F is analytic on D with the modulus of f of z less than or equal to 1. Also, suppose mod A less than 1 and f of A is equal to alpha. Then, among all function f having these properties, what is the maximum possible value of f dash, modulus of f dash of A? So, mod f dash of A, the maximum value എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. So, f D analytic ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് with mod f of z less than or equal to 1 and mod E less than 1 ആയിട്ടുള്ള എല്ലാ aക്കും f of A is equal to alpha ആണെന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ജസ്റ്റ് ആൽഫ ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന് വിളിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് എഫ് ഡാഷ് ഓഫ് എയുടെ മാക്സിമം എത്രയാണെന്നാണ് ചോദിച്ചത്. ഷ്വാർട്സ് ലെമ്മ പറയുന്നത് എഫ് ഡാഷ് ഓഫ് സീറോയുടെ മാക്സിമം ആണ്. ഷ്വാർട്സ് ലെമ്മയിൽ പറയുന്നത് മോഡ് എഫ് ഓഫ് സെഡ് ലെസ് താൻ ഓർ ഈക്വൽ ടു 1 എഫ് ഓഫ് 0 ആണെങ്കിൽ മോഡുലസ് ഓഫ് എഫ് ഡാഷ് ഓഫ് സീറോയുടെ മാക്സിമം വാല്യൂ 1 ആണെന്നാണ്. സോ ഇവിടെ പറയുന്നത് നമ്മൾ ഷ്വാർട്സ് പിക്ക് ലെമ്മ എന്നൊക്കെ പറയും. സോ ഇവിടെ പറയുന്നത് മോഡുലസ് ഓഫ് എഫ് ഡാഷ് ഓഫ് എയുടെ മാക്സിമം വാല്യൂ എത്രയാണെന്നാണ് ചെക്ക് ചെയ്യുന്നത്. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ ജി ഡിഫൈൻ ചെയ്യാണ്. ജി equal to phi alpha composition f composition phi minus a. ഇവിടെ f നമ്മളിപ്പം സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന അനലിറ്റിക് ഫംഗ്ഷൻ ആണ് ഡിയിൽ വിത്ത് മോഡ് എഫ് ഓഫ് സെഡ് ലെസ് താൻ ഓർ ഈക്വൽ ടു 1 എഫ് ഓഫ് എനെ നമ്മൾ ആൽഫ എന്ന് വിളിച്ചു. ഫൈ എന്ന് പറയുന്നത് നമ്മൾ 2.2 ഒക്കെ പറഞ്ഞപ്പോൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഫൈ ആൽഫ അല്ലെങ്കിൽ ഫൈ എയുടെ വാല്യൂ എന്ന് പറയുന്നത് ഫൈ ആൽഫ എന്ന് പറയുമ്പോൾ സെഡ് മൈനസ് ആൽഫ ബൈ 1 മൈനസ് ആൽഫ കോൺജുഗേറ്റ് സെഡ് ആണ്. ഫൈ എ എന്നാണെങ്കിൽ സെഡ് മൈനസ് എ റിപ്ലേസ് ചെയ്യാം, 1 മൈനസ് ഇ കോൺജുഗേറ്റ് സെഡ്. ഇനി ഫൈ മൈനസ് എ എന്ന് പറയുന്നത് സെഡ് പ്ലസ് എ ബൈ 1 പ്ലസ് എ കോൺജുഗേറ്റ് സെഡ്. സോ ഈ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രൊപ്പോസിഷൻ 2.2 ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഇങ്ങനെയാണ് ജി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ മൂന്ന് ഫംഗ്ഷൻ്റെയും കോമ്പോസിഷൻ ആയിട്ടാണ് ജി ഡിഫൈൻ ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലിയർലി പറയാം ജി മാപ്സ് ഡി ഇൻറ്റു ഡി. ഡീനെ ഡിയിലേക്ക് മാപ്പ് ചെയ്യുന്ന മാപ്പിംഗ് ആണ് ജി എന്ന് പറയുന്നത്. കാരണം ഇതൊക്കെ അങ്ങനെ തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്, ഡീനെ ഡിയിലേക്ക് മാപ്പ് ചെയ്യുന്നത്. സോ ഇങ്ങനെ കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ ജി എന്ന് പറയുന്ന മാപ്സ് ഡി ഇൻറ്റു ഡി എന്ന് പറയാം. ഇനി നമുക്ക് ജി ഓഫ് സീറോ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജി ഓഫ് സീറോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫൈ ആൽഫ ഓഫ് എഫ് ഓഫ് ഫൈ മൈനസ് എ ഓഫ് സീറോ എന്ന് കിട്ടും. സോ ഫൈ മൈനസ് എ ഓഫ് സീറോ എന്താണ്? ഇതാണ് ഫൈ മൈനസ് എ. ഫൈ മൈനസ് എ ഓഫ് സീറോ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സീറോ സെഡിന് പകരം സീറോ റിപ്ലേസ് ആവും. സോ ഇത് എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ കോൺജുഗേറ്റ് ഇൻറ്റു സീറോ. സോ എ എന്ന് കിട്ടും. സോ നമുക്കിവിടെ ഫൈ ആൽഫ ഓഫ് എഫ് ഓഫ് എ എന്ന് കിട്ടും. നമ്മൾ എഫ് ഓഫ് എ എന്ന് പറയുന്നത് ആൽഫയാണെന്ന് ഓൾറെഡി സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഫൈ ആൽഫ ഓഫ് ആൽഫ എന്ന് കിട്ടും. ഫൈ ആൽഫ ഓഫ് ആൽഫ എന്താണ്? സെറ്റിന് പകരം ആൽഫ റിപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ മൈനസ് ആൽഫ എന്ന് വരും ന്യൂമറേറ്റർ. സോ സീറോ ആവും. സോ ജി ഓഫ് സീറോ ഈക്വൽ ടു സീറോ ആണ്. ജി ഡിന്ന് ഡിയിലേക്കുള്ള മാപ്പിംഗ് ആണ്. നമുക്കിവിടെ ഷ്വാർട്സ് ലെമ്മ അപ്ലൈ ചെയ്യാം. ബൈ ഷ്വാർട്സ് ലെമ്മ. ഷ്വാർട്സ് ലെമ്മ പറയുന്നത് ഡിന്ന് ഡിയിലേക്കുള്ള അനലിറ്റിക് ഫംഗ്ഷൻ ജി ഓഫ് 0 ആണ്. ഇൻസൈഡ് 0 ഉള്ള ഫംഗ്ഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഷ്വാർട്സ് ലെമ്മ പ്രകാരം ബൈ ഷ്വാർട്സ് ലെമ്മ ഇതിൻ്റെ മോഡുലസ് ഓഫ് ജി ഡാഷ് ഓഫ് സീറോയുടെ മാക്സിമം വാല്യൂ 1 ആണ്. ഇത് ഷ്വാർട്സ് ലെമ്മയിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടാണ്. ജിക്ക് നമുക്ക് ഷ്വാർട്സ് ലെമ്മ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ മോഡുലസ് ഓഫ് ജി ഡാഷ് ഓഫ് സീറോ ലെസ് താൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി ഈ ജി ഡാഷ് ഓഫ് സീറോ എന്താണെന്ന് നമുക്ക് നോക്കാം. ജി ഓഫ് സീറോ എന്താണ്? ബൈ ഡെഫിനിഷൻ ഇത് ഫൈ ആൽഫ ഓഫ്
എഫ് ഓഫ് ഫൈ മൈനസ് എ ഓഫ് 0 ആണ്. ഓക്കെ, പിന്നെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ജി ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് കോമ്പോസിഷൻ ആണ്. ഡെറിവേറ്റീവ് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. നമുക്കിവിടെ ഫൈ ആൽഫ കോമ്പോസിഷൻ എഫ് ഡെറിവേറ്റീവ് ഓഫ് ഫൈ മൈനസ് എ ഓഫ് 0 ഇൻറ്റു കോമ്പോസിഷൻ ആണ്. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പം ഇതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഫൈ മൈനസ് എ ഡാഷ് ഓഫ് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇനി ഫൈ ആൽഫ കോമ്പോസിഷൻ എഫ് ഡെറിവേറ്റീവ് ഫൈ മൈനസ് എ ഓഫ് 0 എന്ന് പറയുന്നത് എ ആണ്. ഫൈ മൈനസ് എ ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് പ്രപ്പോസിഷൻ 2.2ൽ ഫൈ എ ഡാഷ് ഓഫ് എ എന്ന് പറയുന്നത് 1/1 മൈനസ് മോഡ് എ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കിവിടെ മൈനസ് എ കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചോദിക്കുന്ന ഫൈ മൈനസ് എ ഡാഷ് ഓഫ് എ എന്താണെന്നാണ്. സോറി 0 അല്ലേ വേണ്ടത്. ഫൈ എ ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് 1 മൈനസ് മോഡ് എ സ്ക്വയർ ആണ്. സോ ഫൈ മൈനസ് എ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫൈ മൈനസ് എ ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് 1 മൈനസ് മോഡ് മൈനസ് എ സ്ക്വയർ ആണ്. മോഡുലസ് ആയതുകൊണ്ട് സെയിം തന്നെ വരും. സോ അത് വെച്ച് നമുക്കിവിടെ റീപ്ലേസ് ചെയ്യാം. ഫൈ മൈനസ് എ ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് 1 മൈനസ് മോഡ് എ സ്ക്വയർ എന്ന് കിട്ടും. മോഡ് എ സ്ക്വയർ. സോ ഇതായിരിക്കും വരിക. സോ ഇനി നമുക്ക് ഇവിടെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. ഇവിടെ ഒരു ഡെറിവേറ്റീവ് ഉണ്ട്. അവിടെ നമ്മൾ ചെയിൻ റൂൾ കൊടുക്കുമ്പോൾ ഫൈ ആൽഫ ഓഫ് എഫ് ഓഫ് എ ഫൈ ആൽഫ ഡാഷ് ഓഫ് എഫ് ഓഫ് എ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എ. നെക്സ്റ്റ് അവിടെ ഉള്ള ടേം 1 മൈനസ് മോഡ് എ സ്ക്വയർ. ഓക്കെ, എഫ് ഓഫ് എ എന്ന് പറയുന്നത് ആൽഫയാണ്. സോ ഫൈ ആൽഫ ഡാഷ് ഓഫ് ആൽഫ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു 1 മൈനസ് മോഡ് എ സ്ക്വയർ. ഫൈ ആൽഫ ഡാഷ് ഓഫ് ആൽഫ ഞാൻ പ്രപ്പോസിഷൻ 2.2 പറഞ്ഞ പോലെ ഫൈ എ ഡാഷ് ഓഫ് എ എന്ന് പറയുന്നത് 1 മൈനസ് മോഡ് എ സ്ക്വയറിൻ്റെ ഇൻവേഴ്സ് ആണ്. അവിടെ എക്ക് പകരം ആൽഫ കൊടുത്തു കഴിഞ്ഞാൽ ഫൈ ആൽഫ ഡാഷ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് 1/1 മൈനസ് മോഡ് ആൽഫ സ്ക്വയർ ആണ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു 1 മൈനസ് മോഡ് എ സ്ക്വയർ എന്ന് കിട്ടും. ഇത് എ ആണ്, ഇത് ആൽഫയാണ്. സോ നമുക്കിവിടെ കിട്ടിയത് മോഡുലസ് ഓഫ് ജി ഡാഷ് ഓഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ്. സോ മോഡുലസ് ഓഫ് ജി ഡാഷ് ഓഫ് 0 ഈ ടേം ആണ് നമുക്ക് കിട്ടിയത്. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1/1 മൈനസ് മോഡ് ആൽഫ സ്ക്വയർ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു 1 മൈനസ് മോഡ് എ സ്ക്വയർ. ഇതിൻ്റെ മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ നമുക്കിതിനെ മോഡുലസ് ഓഫ് എഫ് ഡാഷ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് മോഡ് ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് മോഡ് എ സ്ക്വയറിൻ്റെ മോഡുലസ് എന്ന് കിട്ടും. സോ മോഡുലസ് ഓഫ് എഫ് ഡാഷ് ഓഫ് എയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇതാണെന്ന് കിട്ടും. ഓക്കെ, സോ ഇവിടെ ആൽഫ എന്ന് പറയുന്നത് എഫ് ഓഫ് എ ആണ്. സോ മോഡുലസ് ഓഫ് എഫ് ഡാഷ് ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് മോഡ് ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് മോഡ് എ സ്ക്വയർ എന്ന് കിട്ടും. സോ അതാണ് ഇവിടെ പ്രപ്പോസിഷൻ 2.2ന് മുന്നേ ആയിട്ട് പറയുന്ന റിസൾട്ട്. ഇനി ഷോർട്സ് ലെമ്മ പറയുമ്പോൾ ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് പറയുന്നത്. അപ്പോൾ മോഡുലസ് ഓഫ് ഷോർട്സ് ലെമ്മയിൽ പറഞ്ഞിരിക്കുന്നത് മോഡുലസ് ഓഫ് എഫ് ഡാഷ് ഓഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. മോർ ഓവർ ഇഫ് ഇക്വാലിറ്റി എപ്പോഴാണ് ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് സി എക്സിസ്റ്റ് ചെയ്യും വിത്ത് മോഡുലസ് 1 സച്ച് ദാറ്റ് എഫ് ഓഫ് ഡബ്ല്യു ഈക്വൽ ടു സി ഡബ്ല്യു ഫോർ ഓൾ ഡബ്ല്യു ഇൻ ഡി. സെയിം കണ്ടീഷൻ നമുക്ക് ജിക്കും അപ്ലൈ ചെയ്യാൻ പറ്റും whenever mod g dash of 0 equal to 1 ആവുന്ന കേസിൽ.
അപ്പോൾ നമുക്കൊരു കോൺസ്റ്റൻറ്റ് എക്സിസ്റ്റ് ചെയ്യും ബൈ ഷ്വാർട്സ് ലെമ്മ. ജി ഓൾറെഡി ഷ്വാർട്സ് ലെമ്മ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. സോ വെനെവർ ഇക്വാലിറ്റി ഹോൾഡ്സ്, സോ ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്ന സമയത്ത്, അതായത് മോഡുലസ് ഓഫ് ജി ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് 1 ആവുന്ന കേസിൽ നമുക്കൊരു കോൺസ്റ്റൻറ്റ് ദർ എക്സിസ്റ്റ് കോൺസ്റ്റൻറ്റ് സി വിത്ത് മോഡുലസ് ഓഫ് സി ഈക്വൽ ടു 1 such that g of z is equal to cz എന്ന് എഴുതാൻ പറ്റും ഫോർ ഓൾ z in D. ഇതാണ് ഷ്വാർട്സ് ലെമ്മയിലെ ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്ന കണ്ടീഷൻ. g of z എന്താണ്? phi alpha കോമ്പോസിഷൻ f of phi minus a of z ആണ്. this is equal to cz എന്ന് എഴുതാൻ പറ്റും ഫോർ ഓൾ z in D. അതായത് f of phi minus a of z is equal to phi minus alpha of cz എന്ന് എഴുതാം. ഇത് phi alpha ആണ്, ഇതിൻ്റെ ഇൻവേഴ്സ് phi minus alpha ആണെന്ന് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പ്രൊപ്പോസിഷൻ 2.2 പറഞ്ഞപ്പോൾ. സോ phi alpha ആണ്, ഇൻവേഴ്സ് ഇങ്ങോട്ട് എടുക്കുമ്പോൾ phi minus a of cz എന്ന് കിട്ടും. അതായത് ഇൻവേഴ്സ് കൊണ്ട് രണ്ട് സൈഡിലും കോമ്പോസിഷൻ എടുക്കാം. സോ എഫ് ഓഫ് phi minus a എന്ന് പറയുന്നത് phi minus alpha of cz എന്ന് കിട്ടും. നൗ ലെറ്റ് ഒരു w is equal to phi minus a of z എന്ന് കൊടുക്കാം. then z is equal to phi a of w എന്ന് കിട്ടും. then ഇവിടെ നമുക്ക് കൊടുക്കാം phi minus a of z നെയാണ് നമ്മൾ w എന്ന് വിളിച്ചത്. സോ എഫ് ഓഫ് w is equal to phi minus alpha of, ഇവിടെയുള്ളത് cz എന്നാണ്, z ന് പകരം c phi a of w എന്ന് കൊടുക്കാം. ഓക്കെ, ആ ഇതൊന്ന് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് z is equal to phi minus alpha of c phi a of z എന്ന് കിട്ടും ഫോർ ഓൾ z in D, മീൻസ് മോഡ് z ഫോർ മോഡ് z ലെസ് ദാൻ 1. സോ ഇങ്ങനെ കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ ലാസ്റ്റ് അവിടെ കണ്ടത്. എഫ് ഓഫ് z is equal to phi minus alpha of c phi a of z എന്ന് കിട്ടും ഫോർ മോഡ് z ലെസ് ദാൻ 1, ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്ന കേസിൽ. ഇനി തിയറം 2.5 പറയുന്നത് എഫ് എന്ന് പറയുന്നത് ഫ്രം ഡി ടു ഡി be a 1-1 analytic map of D onto itself, and suppose f of a equal to 0, then there is a complex number c with a mod c equal to 1 such that f is equal to c phi alpha. ഇതാണ് 2.5 പറയുന്നത്. f എന്ന് പറയുന്നത് 1-1 onto ആണ്, f of a 0 ആണ്, then ഒരു കോൺസ്റ്റൻറ്റ് c വിത്ത് മോഡ് c 1 f is equal to c phi alpha എന്ന് എഴുതാൻ പറ്റും. അതായത് phi ആൽഫയുടെ ഒരു മോഡുലസ് 1 ആണ്, യൂണിറ്റ് മോഡുലസ് ഉള്ള ഒരു കോൺജുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും എഫ് എന്ന് പറയുന്നത്. സോ ഈ phi ആൽഫ ഓൾറെഡി നമ്മൾ ബൈലിനിയർ മാപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡിന്ന് ഡിയിലേക്ക് പോകുന്ന 1-1 on to ബൈലിനിയർ മാപ്പിൻ്റെ ഫോം ഇങ്ങനെയാണെന്നാണ് ആക്ച്വലി ഇത് ഉദ്ദേശിക്കുന്നത്. 2.5ൻ്റെ പ്രൂഫ് നോക്കാം. നമുക്ക് ഓൾറെഡി സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. എഫ് എന്ന് പറയുന്നത് 1-1 ആൻഡ് ഓൺ ടു ഫങ്ഷൻ തന്നിട്ടുണ്ട് ഡിന്ന് ഡിയിലേക്കുള്ളത്. അതായത് എഫ് ഇൻവേർട്ടിബിൾ ആണ്. എഫ് ഈസ് ഇൻവേർട്ടിബിൾ മാപ്പ് ഫ്രം ഡി ടു ഡി. ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അതായത് ദർ ഈസ് എൻ ഇൻവേഴ്സ്, ദർ ഈസ് എൻ അനലിറ്റിക് ഫങ്ഷൻ g from d to d such that g of f of z, g of f of z equal to z for mod z less than 1. So g ഒരു ഇൻവേഴ്സ് മാപ്പ് എഫിന് ഒരു ഇൻവേഴ്സ് മാപ്പ് g എക്സിസ്റ്റ് ചെയ്യാം, g of f of z equal to z ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടി. ആൻഡ് നമുക്കറിയാം എഫ് ഡിന്ന് ഡിയിലേക്കുള്ള മാപ്പ് നമുക്ക്
നേരത്തെ കണ്ടീഷൻ യൂസ് ചെയ്യാം. മോഡുലസ് ഓഫ് എഫ് ഡാഷ് ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് മോഡ് ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് മോഡ് എ സ്ക്വയർ ആണ്. ഇവിടെ ആൽഫ എന്ന് പറയുന്നത് എഫ് ഓഫ് എ ആണ്. അതായത് 1 മൈനസ് മോഡ് എഫ് ഓഫ് എ സ്ക്വയർ ബൈ 1 മൈനസ് മോഡ് എ സ്ക്വയർ. ഇത് നമുക്ക് ഓൾറെഡി ഒബ്റ്റെയിൻഡ് ആണ്. സോ എഫ് ഓഫ് എ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ തിയറം 2.5ൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് 0 ആണ്. സോ ഇത് 1 ബൈ 1 മൈനസ് മോഡ് എ സ്ക്വയർ എന്ന് കിട്ടും. ഓൾസോ നമുക്ക് പറയാം, ഓൾസോ എഫ് ഓഫ് എ ഈക്വൽ ടു 0 എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ദെൻ ജി അതിൻ്റെ ഇൻവേഴ്സ് ആണ്. ജി ഓഫ് 0 എടുത്താൽ എ കിട്ടും. എഫ് ഓഫ് എ 0 ആണ്, ജി ഓഫ് 0 എ ആണ്. ജി ഈസ് ഇൻവേഴ്സ് ഓഫ് എഫ്. Now what is g dash of 0? So f dash of a modulus less than or equal to this value നമുക്ക് കിട്ടി. So modulus of g dash of 0. ജിക്കും ഇതേ സെയിം കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ. 1 മൈനസ് മോഡുലസ് ഓഫ് ജി ഓഫ് 0 സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് മോഡ് 0 സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് മീൻസ് 1 മൈനസ് g of 0 is a, 1 minus mod a square എന്ന് കിട്ടും. ഓക്കെ, നൗ നമുക്കിവിടെ g of f of z എന്ന് പറയുന്നത് z ആണ്. നമുക്കിതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം. ഇത് കോമ്പോസിഷൻ ആണ്. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. g dash of f of z into f dash of z equal to z derivative with respect to z 1. Now g dash of f of z. Now let z is equal to a substitute here. G dash of f of a into f dash of a equal to 1. G dash of f of a is 0. So g dash of 0 into f dash of a equal to 1. Now modulus of f dash of a നമുക്ക് ഓൾറെഡി അറിയാം. ഇവിടെ നമുക്ക് മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ this is equal to 1 by modulus of g dash of 0 എന്ന് കിട്ടും. Now what is modulus of f dash of a? Is equal to 1 by modulus of g dash of 0. Modulus of g dash of 0 is, sorry, this is less than or equal to, so less than or equal to 1 minus mod a square. So 1 by mod g dash of 0 is greater than or equal to 1 by 1 minus mod a square. So modulus of f dash of a greater than or equal to 1 by mod a square എന്ന് കിട്ടും. Now what we get? Modulus of f dash of a greater than or equal to 1 by 1 minus mod a square, and modulus of f dash of a less than or equal to this quantity. So we can say that modulus of f dash of a equal to 1 by 1 minus mod a square. So equality holds. Equality ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? ഓൾറെഡി പറഞ്ഞു, ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഇത് ഇനീക്വാലിറ്റി ആയിരുന്നു. ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു, ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുവാണെങ്കിൽ സി എക്സിസ്റ്റ് ചെയ്യും. മോഡ് സി ഈക്വൽ ടു 1 എഫ് ഓഫ് സെറ്റിനെ ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യും. ആൻഡ് എഫ് ഓഫ് സെറ്റ് 5 മൈനസ് ആൽഫ ഓഫ് സി 5a ഓഫ് സെറ്റ് എന്ന് എഴുതാൻ പറ്റും ഫോർ മോഡ് സെറ്റ് ലെസ് ദാൻ 1. സോ സെയിം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു 5 മൈനസ് ആൽഫ ഓഫ് സി 5a ഓഫ് സെറ്റ് എന്ന് എഴുതാൻ പറ്റും ഫോർ മോഡ് സെറ്റ് ലെസ് ദാൻ 1. നമുക്കിവിടെ ആൽഫ എന്ന് പറയുന്നത് നമ്മൾ എഫ് ഓഫ് എ ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ആൽഫ 0 ആണ്. എഫ് ഓഫ് എ ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതെന്താ വരിക? 5 ഓഫ് സി 5a ഓഫ് സെറ്റ്. ഈ സി എന്ന് പറയുന്നത് മോഡ് സി ഈക്വൽ ടു 1 ആയിട്ടുള്ള കോൺസ്റ്റൻ്റ് ആണ്. 5 ഓഫ് സി 5a ഓഫ് സെറ്റ് എന്നാണ്. 5
ആൽഫ ഓഫ് z എന്താണ്? z minus alpha by 1 minus alpha conjugate z. Now what is phi 0 of z? Phi 0 of z is z minus 0 by 1 minus 0 into z. That means z itself. So phi 0 of something is that means this is an identity map. So this is equal to c phi a of z mod z less than 1. Statement ഇത് ആൽഫ ആയിരിക്കും, a ആണ് നമുക്ക് കിട്ടുന്നത്. So f of z is equal to c phi a of z എന്ന് കിട്ടും. ആൽഫ നമ്മൾ ഓൾറെഡി 0 ആണെന്നാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ചെയ്യാം, a ആണത് കിട്ടുക. f of z is equal to c phi a of z എന്ന് കിട്ടും. That means phi എന്ന് പറയുന്ന ബൈലീനിയർ മാപ്പിനോട് ഒരു യൂണിറ്റ് മോഡുലസിലുള്ള കോൺസ്റ്റന്റിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ് എഫ് എന്ന് പറയുന്നത് കിട്ടുന്നത്. അതായത് ഡി ടു ഡി പോകുന്ന മാപ്പിംഗ് ഒക്കെ ഈ ഒരു ഫോമിലായിരിക്കും ഉണ്ടാവുന്നത്. മീൻസ് യൂണിറ്റ് ഡിസ്കിലേക്കുള്ള ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ ഫോം ഇതായിരിക്കും. അതാണ് തിയറം 2.5 പറയുന്നത്. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.